തമിഴ്നാട്ടിൽ അറസ്റ്റിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച കൊലക്കേസ് പ്രതി പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. തിരുനെൽവേലി സ്വദേശി പേച്ചുതുരയാണ് മരിച്ചതെന്നാൽ കാലിനാണ് വെടിവെച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം കൊല്ലപ്പെട്ട പേച്ചുതുരയെ മറ്റൊരാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മനേഷ് മുർദി ചേർന്നു. മനേഷ്, ഈ തമിഴ്നാട്ടിലെ പോലീസ് എൻകൗണ്ടറുകൾ ഏറെ വിവാദവും കൂടുതൽ ഇങ്ങനെ പെരുകി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, 7-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് ഈ കൊല്ലപ്പെട്ട തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള പേച്ചുതുരയും സുഹൃത്ത് ചന്ദ്രവും ചേർന്ന അവിടെ വലിയ തോതിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ ആകെ തന്നെ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ബൈക്കിൽ അരിവാളുമായി നടന്നുകൊണ്ട് പലരെയും ഭീഷണിപ്പെടുത്തുകയും പലരെയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീരവനല്ലൂർ എന്ന് പറയുന്ന ഭാഗത്ത്, വെള്ളാലംകുഴി ഭാഗത്ത് റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വിരുദനഗർ സ്വദേശിയായിട്ടുള്ള കറുപ്പസ്വാമിയെ ഇവർ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ ചില്ലടിച്ച് തകർത്തു. ഒരു സർക്കാർ ബസ് തടഞ്ഞു നിർത്തിയതിന്റെ ഡ്രൈവറെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ആ ബസിന്റെ ചില്ലുകൾ തകർത്തു. ഇതിനിടയിലാണ് പോലീസ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആയിട്ടുള്ള സെന്തിൽ കുമാർ ഇവരെ പിടികൂടാൻ, ഇവരെ തടയാൻ ശ്രമിച്ചത്. അങ്ങനെ അയാളെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷമാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയും ഇവരെ അരിവാൾ കൊണ്ട് എല്ലാവരെയും വെട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിരുന്നത്. അതിനുശേഷമാണ് ഈ പേച്ചുതുരയുടെ കാലിൽ പോലീസ് വെടിവെച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും പിടികൂടുന്നത്. അതിനുശേഷം ഈ പേച്ചുതുരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ പേച്ചുതുരയെ കൊല്ലപ്പെടുന്നത്. പോലീസിന് വലിയ തോതിലുള്ള ആരോപണം, അതായത് എൻകൗണ്ടർ ആണ് തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് കാലിൻ മുട്ടിന് താഴെയാണ് വെടിവെച്ചത്. പക്ഷേ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾക്ക് നിറയെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും സോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ എൻകൗണ്ടർ കൊലപാതകങ്ങൾ എന്തായാലും തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും, ഇപ്പോൾ കാഞ്ചീപുരത്തൊക്കെ 2-3 എൻകൗണ്ടർ കൊലപാതകം കഴിഞ്ഞ വർഷം തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാകുന്നുണ്ട്. പക്ഷേ ഒരു കൊലപാതകം നടന്നു, അതിനുശേഷം പോലീസുകാരനെ വിട്ടുകയും ഒക്കെ ചെയ്ത് കാലിൽ വെടിവെച്ചാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട ശരി, എന്ത് തന്നെയായാലും പോലീസ് എൻകൗണ്ടർ നീതി നിർവഹണത്തിന്റെ ഭാഗമാണെന്ന് കരുതാൻ നിർവാഹമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.